അങ്ങനെയാണെങ്കിലും ഗലീല കടലിൽ ഒരു കടലേ അല്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കടൽ കണ്ടിട്ടില്ല. കാരണം അവർ കടൽ കാണണമെങ്കിൽ അങ്ങ് മെഡിറ്ററേനിയൻ കടൽ, മധ്യധരണി അഴികിലേക്ക് കടന്നു പോകണം. പിന്നെ അവരുടെ കാഴ്ചയിൽ കടൽ എന്ന് പറയുന്നത് ഗലീല കടല. അത് വാസ്തവത്തിൽ തിബിരിയാസ് കടലെന്നോ ഗന്നസൊറേത്ത് തടാകമെന്നോ ഒക്കെ വ്യത്യസ്ത പേരുകൾ ഇട്ട് വിളിക്കുന്നെങ്കിലും ഇതെല്ലാം ഒന്നാണ്. ഏതാണ്ട് 21 കിലോമീറ്റർ നീളം, ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് 11 കിലോമീറ്റർ വീതിയുള്ള വാസ്തവത്തിൽ ഒരു കൊച്ചു തടാകമാക്കി. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഗലീല കടലിനെ കടലെന്ന് വിളിക്കുന്നത്? കാരണം ഭൂമിശാസ്ത്രപരമായി ഈ തടാകത്തിന്റെ കിടപ്പനുസരിച്ച് 4 ചുറ്റും തല ഉയർത്തി നിൽക്കുന്ന ഉത്തുംഗ പർവ്വതങ്ങൾ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും കാറ്റടിച്ചാൽ ആ കാറ്റിന് വീശി അടിച്ചു പുറത്തേക്ക് പോകാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് ഈ പർവ്വത ശൃംഗങ്ങളുടെ നടുവിൽ കിടന്ന് അത് വീശിയടിച്ച് താഴേക്കിറങ്ങി വന്നിട്ട് ഈ തടാകത്തിലെ വെള്ളത്തിലേക്ക് വീശിയടിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ കാറ്റ് ഈ തടാകത്തിൽ കിടക്കുന്ന വെള്ളത്തെ എടുത്ത് അമ്മാനമാടും. അങ്ങനെ ഈ വെള്ളം തിരമാല പോലെ ഊറ്റമായിട്ട് അടിച്ചിട്ട് പലപ്പോഴും ഗലീല കടലിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇതറിയാം. ഏത് സമയത്താണ് ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെടുക എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവിനും ശിഷ്യന്മാർക്കും ഇത് വളരെ നന്നായി അറിയാം. ഒരു യഹൂദ കുടുംബത്തിൽ ഒരു ബാലൻ ജനിച്ചു വളർന്നാൽ ആ ബാലനെ എഴുത്തിനിരുത്തി അക്ഷരാഭ്യാസം കൊടുത്ത് അവനെ പഠനത്തിനായി 12ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ ബർ മിത്സുവ എന്ന പേരിൽ കൊണ്ട് ആക്കും. അങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നിർബന്ധമുണ്ട്. ഒരു യഹൂദ ബാലൻ ന്യായപ്രമാണം പഠിക്കാൻ തുടങ്ങുന്നതോടൊപ്പം തന്നെ യഹൂദന്മാർ ഒരു തൊഴിലും അവർ പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വൊക്കേഷണലായിരുന്നു. കേവലം കുറെ തിയറി മാത്രം പഠിപ്പിച്ച് വിടുന്നതല്ല യഹൂദന്മാരുടെ പഠന രീതി. ഗലീല കടലിന്റെ തീരത്ത് പാർക്കുന്ന യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്രായത്തിൽ 12ാമത്തെ വയസ്സ് മുതൽ അവൻ മീൻപിടുത്തം ഔദ്യോഗികമായിട്ട് പരിശീലിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ പത്രോസും കൂട്ടരും കർത്താവിന്റെ ശിഷ്യന്മാര് എല്ലാവരും തന്നെ ഈ ഗലീല കടലിൽ മീൻ പിടിച്ചിട്ടുള്ളവരാണ്. കൈവെള്ളയിലെ രേഖകൾ പോലെ അതിപരിചിതമാണ് ഈ ഗലീല കടലിലുള്ള ചുഴലികളും മലരികളും ഒക്കെ അവർക്ക്. അങ്ങനെ യാത്ര ചെയ്യുവേ നമ്മൾ കണ്ടു, പെട്ടെന്ന് ഒരു ചുഴലിക്കൊടുങ്കാറ്റാഞ്ഞടിച്ചു. ഏത് സമയത്ത് ചുഴലിക്കാറ്റടിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ആഞ്ഞടിച്ച സമയത്ത് വലിയ തിരമാലകൾ ഉണ്ടായി. കർത്താവ് കിടന്നുറങ്ങി അമരത്ത് തലയണ വെച്ച് എന്നാ മർക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാർ ഭയചകിതരായി ഭയം ഓടിച്ചെന്ന് അവർ ഗുരുവിനെ ഉണർത്തിയെന്ന. അവിടെ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നമ്മുടെ കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് ശാന്തമാകുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. എന്റെ ചിന്ത, ഒരർത്ഥത്തിൽ ഈ ശിഷ്യന്മാരെ സാഹചര്യങ്ങളെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ, ചില കൈകാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞേനെ. എന്റെ വിഷയം ഇതാണ് ഇന്ന്, why the disciples should not be panic. എന്തുകൊണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്ത ചിത്തരാകേണ്ടതില്ലായിരുന്നു? 4 ചിന്തകൾ. ഒന്ന്, അതിന്റെ 35ാമത്തെ വാക്യമാണ്. അന്ന് സന്ധ്യയായപ്പോൾ. അതാ ഒന്നാമത്തെ ചിന്ത. ഈ സംഭവം ഉണ്ടായത് അന്നാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? അറ്റ് ദ സെയിം ഡേ when the event was come. എന്നാണെന്നുള്ളത് കാണണമെങ്കിൽ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കാണണം. 4-ാമത് രാവിലെ ഒരു കാര്യം നടന്നു. പ്രഭാത സമയത്ത് യേശു ഗലീല കടൽ തീരത്തിരിക്കുകയാണ്. വലിയ പുരുഷാരം വന്നുകൂടി, ശിഷ്യന്മാരടക്കം ഒരു വലിയ പുരുഷാരം, യഹൂദന്മാരുടെ ഒരു വലിയ മഹാസംഖ്യ അവിടെ വന്നുകൂടി. തിക്കിത്തിരക്കി യേശു പറയുന്നത് എന്താണെന്ന് കേൾക്കുവാൻ, യേശു പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയുവാൻ അവർ തിക്കിത്തിരക്കി കർത്താവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ കർത്താവ് പടകിലേക്ക് കയറി ഒരല്പം അകന്ന് മാറി. എന്നിട്ട് അവരോട് ഉപദേശിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഉപദേശിച്ചത് എന്താണെന്ന് താഴേക്ക് നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ ഉപദേശം? വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ ഇവിടെ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നവന്റെ ഉപമ. ഒരുപക്ഷെ ഈ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 1-2 ഉപമകൾ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ.
ഇതിന്റെ പാരലൽ പാസേജ്, സമാനമായ ഭാഗം നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം എടുത്താൽ അവിടെ യേശു അന്ന് പ്രഭാതത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്താണെന്ന് സമഗ്രമായൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. മർക്കോസ് യേശുവിനെ ഒരു ദാസനായി ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് മർക്കോസ് യേശുവിൻ്റെ വാക്കുകൾക്കല്ല പ്രാധാന്യം കൊടുത്തത്, യേശുവിൻ്റെ പ്രവൃത്തികൾക്കാണ്. അതുകൊണ്ട് യേശു സംസാരിച്ചതിനേക്കാൾ, പറഞ്ഞതിനേക്കാൾ, പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ യേശു ചെയ്ത പ്രവൃത്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞതെല്ലാം ക്രോഡീകരിച്ച് മർക്കോസിന് എഴുതണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മത്തായി സുവിശേഷം എഴുതിയപ്പോൾ അത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടായതുകൊണ്ടും യഹൂദന്മാരുടെ രാജാവാണ് യേശു എന്ന് തെളിയിക്കേണ്ടത് കൊണ്ടും യേശു പറഞ്ഞതപ്പടി എഴുതി. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമല്ലേ? കാരണം നമുക്കറിയാം, തിരുവായ്ക്ക് എതിർവായില്ലെന്നല്ലേ? രാജാവ് എന്താണോ പറയുന്നത് അതാണ് ആ രാജ്യത്തിൻ്റെ നിയമം. അതുകൊണ്ട് രാജാവ് പറഞ്ഞതിന് പ്രാധാന്യം കൊടുക്കും. മത്തായി അങ്ങനെ എഴുതിയത്. യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ നല്ലൊരു വ്യത്യസ്ത ചിത്രം നമുക്ക് കിട്ടുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം യേശു അന്ന് അവരോട് പറഞ്ഞ ഉപമകൾ ഒന്നോടൊന്ന് ചേർത്തൊരു ശൃംഖല പോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1ഉം 2ഉമല്ല, 7 ഉപമകളാണ്. ഒന്ന്, നമ്മൾ ആദ്യം കണ്ടതുപോലെ വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. രണ്ടാമത് തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ചവൻ. മൂന്നാമത് സ്വർഗരാജ്യം കടുകുമണിയോട് സാദൃശ്യം. നാലാമത് ഒരു സ്ത്രീ 3 പറ മാവിനകത്ത് പുളിച്ച വീഞ്ഞു വെച്ചത്. അടുത്തത് വയലിൽ ഒളിച്ചു വെച്ച നിധി. അടുത്തത് നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി. അടുത്തത് കടലിൽ ഇടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതും. ഒരു ശൃംഖല പോലെ 7 ഉപമകൾ കർത്താവ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പകലെന്താ നടന്നത്? പകല് ഒരു വലിയ ടീച്ചിങ്, ഒരു വലിയ ക്ലാസ്, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അവരോട് പ്രസ്താവിക്കുകയായിരുന്നു. അന്ന് സന്ധ്യയായപ്പോഴാ ഈ സംഭവം നടന്നത്. അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? പകല് മുഴുവൻ തിയറി ക്ലാസ് ആയിരുന്നു. എന്ന് പറഞ്ഞ വായിൽ നിന്നും കർത്താവിന്റെ വിലയേറിയ വചനങ്ങൾ ദൈവജനം കേട്ട് ഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സന്ധ്യയായപ്പോൾ കർത്താവ് പറഞ്ഞു, മതി, തിയറി അവസാനിച്ചു, ഇനി പ്രാക്ടിക്കൽ നടക്കാൻ പോവുക. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, ദൈവവചനം കേൾക്കാൻ ഇമ്പകരമായ കുറെ ആശയങ്ങളുടെ സംഹിതയല്ല, മറിച്ച് അത് ജീവിതത്തിൽ എടുത്ത് പ്രയോഗിക്കേണ്ട ആയുധങ്ങളാണ്.